പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. അധരങ്ങളിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വാക്കുകളും എല്ലാം പുറത്തു വരുന്നത്. അതാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6:45 നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. സങ്കീർത്തനം 34:13 സങ്കീർത്തകൻ പറയുന്നു: തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. മനുഷ്യന് തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 6 പറയുന്നുണ്ട്: നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ നാവ് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നാം പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം വിധിച്ചും പരദൂഷണം പറഞ്ഞും ശപിച്ചും ചീത്തവാക്കുകൾ പറഞ്ഞും ധാരാളം മനുഷ്യരെ നശിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:36 തിരുവചനം പറയുന്നു: മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ചില മനുഷ്യർ മറ്റുള്ളവരെ മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തെയും അധിക്ഷേപിക്കുകയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാറുണ്ട്. നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവവചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യക്തി പാപം ചെയ്യുകയാണ്. മറ്റുള്ളവരെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു. ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായിരുന്നാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ ആഴ്ത്തപ്പെടുകയാണ്. ഇത് തിരുവചനം പറയുന്നുണ്ട്. ആർക്കും പ്രലോഭനം ഉണ്ടാക്കാതെ നാം ശ്രദ്ധിക്കണം. പ്രഭാഷകൻ 28:17 തിരുവചനം പറയുന്നു: ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, എന്നാൽ നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. സമാധാനത്തിൽ കഴിയുന്ന അനേകം മനുഷ്യരെ, അനേകം കുടുംബങ്ങളെ നമ്മുടെ നാവിൻ്റെ ദുരുപയോഗം മൂലം നാശത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നന്മയ്ക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. അതാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1:26 താൻ ദൈവഭക്തനാണെന്നൊരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമെത്രേ. അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? സങ്കീർത്തനം 34:13 സങ്കീർത്തകൻ പറയുന്നു: തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. പ്രഭാഷകൻ 28:25 തിരുവചനം പറയുന്നു: വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. സുഭാഷിതം 21:23 സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. 1 പത്രോസ് 3:10 നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ജെറമിയ 15:19 കർത്താവ് അരുളി ചെയ്യുന്നു: വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.